ഹലോ മക്കളെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ +1 കുട്ടികളോടാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ എക്സാം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് ആകെ ലാംഗ്വേജ് സബ്ജക്റ്റും ഇനി കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ മെയിൻ സബ്ജക്ട്സ് ആയിട്ടുള്ള കെമിസ്ട്രി ആയിക്കോട്ടെ, നമ്മുടെ ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇനി ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മിസ് എന്തിനാണ് നമ്മളുടെ എക്സാം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് മെയിൻ ആയിട്ടുള്ള സയൻസ് സബ്ജക്ട്സിൽ ഫിസിക്സ് കഴിഞ്ഞു, ബയോളജി കഴിഞ്ഞു ആൻഡ് കെമിസ്ട്രി കഴിഞ്ഞു. ആൻഡ് അവരുടെ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച രീതിയോ പാറ്റേണോ മോഡൽ എക്സാമിൻ്റെ പാറ്റേണോ ഒന്നുമല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് അവരുടെ പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ളത്. ആൻഡ് അത് തന്നെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന എക്സാമിന് ചിലപ്പോൾ ഇതേ രീതിയിൽ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇനി വരുന്ന എക്സാംസ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരാനുള്ളത് കെമിസ്ട്രിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ കെമിസ്ട്രി എക്സാം ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, മക്കളെ വളരെ നിങ്ങൾ വിചാരിക്കും ഈസി ആണെന്ന് ഒരിക്കലും കരുതണ്ട. ഈസി ആണെങ്കിൽ നമ്മുടെ ഭാഗ്യം, നമുക്ക് നല്ലപോലെ എഴുതാൻ പറ്റട്ടെ. നമ്മൾ പഠിച്ച അതേ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ഇനി അതല്ല എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ കുട്ടികൾ എക്സാം എഴുതാം. കാരണം ഇപ്പോൾ പഠന നിലവാരം ഉയർത്താൻ എന്നുള്ള പേരിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കുന്നത് ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലതാണല്ലേ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ യെസ് നല്ലതാണ്. പക്ഷെ അത് ഇപ്പോഴല്ലായിരുന്നു ചെയ്യേണ്ടിരുന്നത്. നിങ്ങളുടെ ആയാലും +2 നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ആയാലും അതെപ്പോൾ ചെയ്യണമായിരുന്നു, നിങ്ങളുടെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങളുടെ +1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ടേം 1 എക്സാമിനും ടേം 2 എക്സാമിനും ഈ ഒരു പാറ്റേൺ ആയിരിക്കും, നിങ്ങൾക്കിപ്പോൾ ഡിഫിക്കൽട്ടി കൂടിയിട്ടുള്ള പേപ്പർ ആയിരിക്കും എന്നുള്ളൊരു സൂചന നമുക്ക് ഈ വർഷങ്ങളിലൂടെ തരായിരുന്നു. അതും അല്ലെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാമിലെങ്കിലും നമ്മുടെ പാറ്റേൺ ഇങ്ങനെ ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡൽ എക്സാം നടത്തുന്നത്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാം, ആ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമിൻ്റെ പോലെയൊന്നും വന്നിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു ഡിഫിക്കൽട്ടി ലെവലിൻ്റെ ഒരു സൂചനയെങ്കിലും നമുക്ക് കിട്ടുമായിരുന്നു. ഇതിപ്പം മോഡൽ എക്സാംസ് ഒക്കെ നല്ല ഈസി ആക്കിയിട്ട് പബ്ലിക് എക്സാമിന് കുട്ടികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ കുട്ടികളുടെ ആയാലും ഹോപ്പ് നഷ്ടപ്പെടുകയാണ്. ഇനി പഠിച്ചിട്ട് എന്താ കാര്യം, പഠിച്ച ആൾക്കും പഠിക്കാത്ത ആൾക്കും എഴുതാൻ പറ്റുന്നില്ല, ഇനി എന്തിനാ പഠിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അത്രയും സ്ട്രെസ്ഫുൾ ആക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്താണ്, എൻ്റെ മക്കളുടെ മെയിൻ സബ്ജക്ട്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇനി വരുന്ന പരീക്ഷകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ദിവസവും നല്ല ഹാർഡായിട്ട് തന്നെ വർക്ക് ചെയ്യണം. നല്ല ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇനി വരുന്ന നമ്മുടെ ലൈവുകളൊക്കെ നിങ്ങളെല്ലാവരും നല്ലപോലെ കാണുക. ഓരോ ദിവസവും നമ്മൾ നെക്സ്റ്റ് ഡേ എങ്ങാണ് നമ്മുടെ എക്സാം എങ്കിൽ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് പഠിക്കും, ആ ഒരു സീരിയസ്നെസ് കൊടുത്ത് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇനിയുള്ള സബ്ജക്ട്സ് പഠിക്കുക. കാരണം നിങ്ങളുടെ +2 നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ എക്സാമും അതിൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ കണ്ട് ആ ഒരു കാര്യത്തിലും കൂടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് മിസ് തരുന്നത്. അപ്പം നല്ലപോലെ പഠിക്കുക മക്കളെ. കാരണം ഇതൊന്നും നമുക്കിനിയിപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റാണ്, അതൊക്കെ ഓൾറെഡി എത്തിയിട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ഈസി ആയാലും ഡിഫിക്കൽട്ട് ആയാലും നിങ്ങൾക്ക് വരാനുള്ളത് വരും എന്ന് പറഞ്ഞ് നമ്മളിപ്പോഴേ ടെൻഷൻ അടിക്കുകയാണോ പേടിക്കുകയാണോ വേണ്ടത്? അല്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് വന്നാലും നേരിടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോഴാണ് നിങ്ങളൊരു യഥാർത്ഥ വിന്നറാവുക. നമ്മൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങൾ വരും. അപ്പോൾ അത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, റെഡി ആവുക. അപ്പം ഇനി നമ്മൾക്ക് ഇങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇയർ ആയാലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഠിക്കണം. കാരണം ഇനി പാറ്റേൺ മാറും, ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ മാറും. പക്ഷേ നമ്മുടെ കുട്ടികളോട് ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്നുള്ളൊരു റിക്വസ്റ്റോട് കൂടി മിസ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കുട്ടികൾ നിങ്ങളുടെ ഈ വരുന്ന സബ്ജക്ട്സിൽ മെയിൻ സബ്ജക്ട്സിൽ നല്ല രീതിക്ക് തന്നെ പഠിക്കുക, നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.